ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ക്യൂൻസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചൊരു ഡിഷാണ്. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പിടി പുതിനയും ഒരു പിടി മല്ലിയിലയും, എരിവിനായിട്ട് ഒരു 5 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇനി വേണ്ടത് 2 മീഡിയം സൈസിലുള്ള സവാളയും ഒരു വയനയിലയും ഗ്രാമ്പു പട്ട ഓരോ സ്പൂണ് വീതം, ജീരകപ്പൊടി, ഗരം മസാല, കുരുമുളക് ചതച്ചത്, കസൂരി മെത്തി, 1 ടേബിൾ സ്പൂൺ ബട്ടറും. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കാം. ഒരു പാൻ വെച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വയനയിലയും 2 ഏലയ്ക്ക് 2 കഷ്ണം പട്ടയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് ഫ്രൈ ആവണമെന്നൊന്നുമില്ല, ഒരു പിങ്ക് കളറൊക്കെ ആയി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഒരുപാട് നമ്മൾ മസാലയൊന്നും ചേർക്കണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഹെൽത്തി ഡിഷാണെന്ന് പറഞ്ഞത്. അപ്പോൾ മല്ലിയിലയും നമ്മൾ പുതിനയൊക്കെ ചേർത്തുകൊണ്ട് ഈ ചിക്കൻ്റെ കറിക്കൊരു സാധാരണ നമ്മൾ കറി വയ്ക്കുന്നതിനേക്കാൾ ഒരു വ്യത്യാസമുണ്ട്. ഒരു 3/4 കിലോ ചിക്കനാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇനി സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിൽ പിടിക്കുന്ന തരത്തിൽ വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ജീരകത്തിൻ്റെ പൗഡറും 1 സ്പൂണ് ഗരം മസാലയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. സാധാരണ നമ്മളെ ചിക്കൻ കറിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് കാണുന്നത് ഇതിനൊരു ഗ്രീൻ കളറാണ്. അപ്പോൾ നമ്മൾ പുതിനയും മല്ലിയിലൊക്കെ അരച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു കളറായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഇതിന് ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പുതിന, മല്ലിയില, അതുപോലെ പച്ചമുളക്, തൈര് ഇത്രയും കൂടെ ചേർത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണും കൂടി മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കനിലൊക്കെ നന്നായി പെരണ്ട് തരുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഗ്രേവിയോട് കൂടിയിട്ട് ഉള്ളതാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ വെള്ളം ആദ്യമേ ചേർക്കാം. ഞാനിവിടെ കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും അതുപോലെ 1 സ്പൂണ് കസൂരി മെത്തിയാണ് കയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ തന്നെയാണ് കുരുമുളകും ചതച്ചത് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളിതിൽ അല്ലാതെ മുളക് പൊടിയൊന്നും ചേർക്കില്ല. ഈ കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും എരിവ് മാത്രമാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ കസൂരി മെത്തിൻ്റെയും പെപ്പറിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ഇതിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നാനിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഫുള്ളായിട്ടും റെഡിയായി. അപ്പോൾ കുറച്ചൊരു ഡ്രൈ ആയി ടൈപ്പിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.